നമസ്കാരം. ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം. അപസ്മാരം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കിംസ് ഹെൽത്തിലെ ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ അജിത്താണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഡോക്ടർ, സ്വാഗതം പരിപാടിയിലേക്ക്. ഡോക്ടർ, ആദ്യം തന്നെ നമുക്ക് അപസ്മാരം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപസ്മാരത്തിന് പല വാക്കുകളും വേറെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ജന്നി, ചുഴലി, എപ്പിലെപ്സി മുതലായ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപസ്മാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാവരുടെയും തലച്ചോറിൽ ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ട്. അതാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. ചില കാരണവശാൽ അമിതമായിട്ടുള്ള ഒരു വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ രോഗിക്ക് അവർ വിചാരിക്കാതെ തന്നെ കൈകാലുകളുടെ അമിതമായ മൂവ്മെൻറ്റ്സ് ജർക്കി മൂവ്മെൻറ്റ്സ് സംഭവിക്കുകയും വെട്ടൽ പോലെ വരികയും രോഗിക്ക് ബോധം നഷ്ടപ്പെട്ട് ബോധരഹിതനായി വീഴുകയും വയന്ന് ഞൊരയും പതിയൊക്കെ വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ അപസ്മാരത്തെക്കുറിച്ചൊരു ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഓരോ ഏജ് അനുസരിച്ച് ഓരോ കാരണങ്ങളായിരിക്കാം കോമൺ ആയിട്ട് വരുന്നത്. അത് നമുക്ക് മൊത്തത്തിൽ പേഷ്യൻ്റ് ഹിസ്റ്ററി എടുത്താൽ മാത്രമേ നമുക്ക് എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ള ക്ലിയർ ആയിട്ടൊരു നിർവചിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം പ്രധാനമായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലകറങ്ങി വീഴുന്നു, ബോധമില്ലാതാവുന്നു, വിറയൽ, അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. പക്ഷെ അത് തന്നെയാണോ, അല്ലെങ്കിൽ എല്ലാവർക്കും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഒരു സിംറ്റം എന്ന് പറയാൻ നമുക്ക് ഏതാണ് പറയാൻ പറ്റുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ തലകറങ്ങി വീഴുന്നത് പല കാരണങ്ങളാലാവാം. നമുക്ക് അതിൽ ഒരു കാരണമാണ് അപസ്മാരം അല്ലെങ്കിൽ ജന്നി. രണ്ടാമത്തെ കാരണം ഒരു സിൻകോപ്പ് എന്ന് പറയും. തലച്ചോറിലേക്കുള്ള രക്ത ഓട്ടം കുറച്ച് നിമിഷങ്ങൾക്ക് നിലച്ചു പോകുന്നൊരു കണ്ടീഷനിൽ നമുക്ക് രോഗിക്ക് അബോധാവസ്ഥയിലേക്ക് പോയി വീഴുകയും ചെറിയ ജർക്കി മൂവ്മെൻറ്റ്സ് സംഭവിക്കുകയും ചെയ്യാം. പക്ഷെ അതിനകത്ത് പൊതുവേ വായെന്നുള്ള ഞൊരയും പതിയും നാക്ക് കടിച്ചു മുറിക്കുക, യൂറിൻ അറിയാതെ പോവുക മുതലായ ലക്ഷണങ്ങൾ കാണാറില്ല. രോഗിയുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം ഒരു നിമിഷം കുറയുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും, സ്കൂൾ അസംബ്ലിയിൽ അല്ലെങ്കിൽ NCC കേഡറ്റ്സ് വെയിലത്ത് കുറേ നേരം മാർച്ച് പാസിനൊക്കെ നിൽക്കുമ്പോൾ ചിലർ ബോധം കെട്ടി വീഴാറുണ്ട്. അതിനകത്തും ചിലർക്ക് ചെറിയ ജർക്കി മൂവ്മെൻറ്റ്സ് ഒക്കെ സംഭവിക്കാം. അതോടൊപ്പം തന്നെ വയസ്സായവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ക്യൂവിൽ നിന്ന് കുറേ നേരം നല്ല ഉഷ്ണമുള്ള സമയത്താണെങ്കിൽ അവർക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടൊരു വീരാം. ചില പെൺകുട്ടികൾക്ക് ആർത്തവ സമയത്ത്, പീരിയഡ് സമയത്ത് അമിതമായ വയറുവേദന സംഭവിക്കുമ്പോൾ ചിലർ ബോധം കെട്ടി വീഴാറുണ്ട്. ചില ആൾക്കാർ ബ്ലഡ് എടുക്കുന്ന കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയ ആൾക്കാരെ കാണുമ്പോൾ ഞെട്ടൽ സംഭവിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഇടുപ്പിൽ വരുന്ന വ്യത്യാസം കാരണം തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുന്നു. അത് കാരണം ബോധം കെട്ടി വീഴാം. അതിനെയൊക്കെ നമ്മൾ അപസ്മാരത്തെക്കാളും ഉപരി സിൻകോപ്പ് എന്നുള്ള കണ്ടീഷനെയാണ് നമ്മൾ കൂടുതൽ മനസ്സിൽ ആദ്യമായിട്ട് നമ്മൾ ഡോക്ടർമാർക്ക് മനസ്സിൽ വരിക. അത് ആണ് മോസ്റ്റ് കോമൺ. അതിനുശേഷം ബാക്കിയുള്ള കണ്ടീഷൻസ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, ഇത് കേട്ടിട്ടുള്ളത് വളരെ സങ്കീർണമായൊരു രോഗാവസ്ഥയാണ് ഈ അപസ്മാരം എന്നുള്ളതാണ്. ശരിക്കും ഈ മെഡിക്കൽ നോക്കുമ്പോൾ അത്രത്തോളം വലിയൊരു സങ്കീർണമായിട്ടുള്ള ഒരു അസുഖം തന്നെയാണോ ഇത്? അപസ്മാരത്തിന് കാരണം വളരെ ചെറിയ റീസൺസ് മുതൽ, ഉദാഹരണത്തിന് ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കുറയുക, ഡയബറ്റിക് പേഷ്യൻസ് ഇൻസുലിൻ എടുത്തു, അതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു, ആഹാരം സമയത്ത് കഴിക്കാൻ പറ്റിയില്ല, ആ ഫോണിൽ ചില അമ്മമാർ 1 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കും, അപ്പോഴത്തേക്കും ഷുഗർ ഡൗൺ ആയി ചിലർ ബോധം കെട്ടി വീഴാറുണ്ട്. അത് സിമ്പിൾ റീസൺ ആണ്, ഷുഗർ കുറയുന്നു. അതോടെ സോഡിയം കുറഞ്ഞാൽ, ചില ലവണങ്ങൾ കുറഞ്ഞാൽ, സോഡിയം കുറഞ്ഞാൽ, അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ വ്യത്യാസങ്ങൾ വന്നാലൊക്കെ രോഗിക്ക് അപസ്മാരം ഉണ്ടാകും. അത് മുതൽ സങ്കീർണമായ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ബ്രെയിൻ ഇൻഫെക്ഷൻ, മെനിഞ്ചൈറ്റിസ്, മസ്തിഷ്ക ജ്വരം മുതലായ കാരണങ്ങളും രോഗിക്ക് അപസ്മാരം ഉണ്ടാകാം. അതുകൊണ്ട് പല ഏജിലും പല പല റീസൺസാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, എല്ലാ ഏജിലുള്ളവർക്കും വരുന്നതാണല്ലോ, കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ വന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ കുറേ സമയം നമ്മൾ വെയിലത്ത് നിൽക്കുക, അതല്ലെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കൃത്യമായിട്ട് കഴിച്ചില്ല, അങ്ങനെയൊക്കെ തലകറങ്ങി വീഴുന്നു, ചെറിയ രീതിയിലൊരു ഷിവറിങ് വരുന്നു, അങ്ങനെ അതുകൊണ്ട് മാത്രം നമുക്ക് അപസ്മാരം നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ല, അതിനെയൊക്കെ നമ്മൾ സിൻകോപ്പ് എന്നാണ് പറയുന്നത്. അപസ്മാരത്തിൽ തലച്ചോറിലുണ്ടാകുന്ന വൈദ്യുതി പ്രവാഹത്തിലുണ്ടാകുന്ന അമിതമായ വ്യത്യാസം കാരണം രോഗിക്ക് ശരീരത്തിന് നല്ല രീതിയിൽ വെട്ടൽ വരികയും പിന്നെ സ്രവങ്ങൾ കൂടുതൽ, വായെന്നുള്ള ഞൊര, പത, സലൈവ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുക, ചിലർക്ക് യൂറിൻ അറിയാതെ പോവുക, ചിലർക്ക് മോഷൻ വരെ അറിയാതെ പോവാം ഫിറ്റ്സ് വരുന്ന സമയത്ത്. പിന്നെ നാക്ക് കടിച്ചു മുറിക്കാനുള്ള സാധ്യത, നാക്കിൻ്റെ സൈഡ് കടിച്ചു മുറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പല്ലുകൾ തമ്മിൽ കടിച്ചു പിടിക്കുന്നതല്ല, നാക്ക് മുറിച്ച് ബ്ലഡ് വരുന്ന കണ്ടീഷൻസ് വരെ ഉണ്ടാവാറുണ്ട്. ടിപ്പിക്കൽ ജനറലൈസ് സീഷർ എന്ന കണ്ടീഷനും അതിനാണ് നമ്മൾ പൊതുവേ നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിൽ അപസ്മാരം എന്ന് തോന്നുന്നത്. പക്ഷേ ചില കുട്ടികളിൽ
നവജാത ശിശുക്കളിൽ ചിലപ്പോൾ ചെറിയൊരു ജർക്കി മൂവ്മെൻറ്റ്സ് മാത്രമേ പേരൻസ് ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അത് ചിലപ്പം അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാകാം. സ്പാസംസ് എന്ന് പറയും. ചില ന്യൂണേറ്റ്സ് ശിശുക്കൾക്ക് വരുന്ന ഇതാണ്. അത് മുതൽ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ് ടീച്ചറായിരിക്കും പറയുന്നത്, കുട്ടി ഒരു സ്വപ്ന ലോകത്താണ്, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, കുറച്ച് നേരത്തേക്ക് സ്റ്റെയറിംഗ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് ചലിക്കാതെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു, ഡേ ഡ്രീമിങ് എന്നുള്ള രീതിയിൽ പേരൻസിൻ്റെ കംപ്ലൈൻറ്റ് പറയും. ആരെങ്കിലും കൊണ്ട് കാണിക്കണം, കുട്ടിക്ക് ക്ലാസ്സിൽ അറ്റൻഷൻ കുറവാണ്, എപ്പോഴും ദിവാസ്വപ്നത്തിൽ വേറെ ലോകത്താണ് കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ ചെയ്യുന്നില്ല. അതും ഒരു അപസ്മാരത്തിൻ്റെ ലക്ഷണമാകാം. അത് ആബ്സെൻസ് സീഷർ എന്ന് പറയുന്ന കണ്ടീഷനിൽ അങ്ങനെ ഒരു സിംറ്റം മിക്കവാറും ക്ലാസ് ടീച്ചേഴ്സാണ് ആദ്യമേ അത് പേരൻസിനൊക്കെ പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് ടെമ്പറേച്ചർ വരുന്നത് അല്ലെങ്കിൽ പനി വരുമ്പോൾ അത് വല്ലാത്ത ടെമ്പറേച്ചർ വരുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ആ സമയത്താണോ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് വരുന്നത്? വളരെ വലിയ രീതിയിലുള്ളൊരു ടെമ്പറേച്ചർ വരുന്നു, കഠിനമായ പനി വരുന്നു, അതറിയാതെ പോവുകയോ അങ്ങനത്തെ ഒരു സമയങ്ങളിൽ ഇങ്ങനെ വന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, അതാണോ കുഞ്ഞുങ്ങളിൽ ഇത് വരാനുള്ളൊരു കാരണമായിട്ട് നമുക്ക് ഈ ഓവർ ടെമ്പറേച്ചർ വരുന്നത്? അങ്ങനെ നമുക്ക് പറയാൻ കഴിയുമോ? തീരെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്, കാരണം സ്കൂളിൽ പോകുന്ന അങ്ങനത്തെ പ്രായമല്ല, ചെറിയ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഫെബ്രൈൽ സീഷർ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. 6 മാസം മുതൽ 6 വയസ്സ് വരെയാണ് യൂഷ്വലി ഫെബ്രൈൽ സീഷർ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൂടുമ്പോൾ ചില കുട്ടികൾക്ക് ഫെബ്രൈൽ സീഷർ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ് സാധാരണ രീതിയിൽ. ചില ആൾക്കാർക്ക് മാത്രമേ അത് ഭാവിയിൽ ഫിറ്റ്സിലേക്ക് അല്ലെങ്കിൽ എപ്പിലിപ്സിയിലേക്ക് എല്ലാം അത് പ്രോഗ്രസ് ചെയ്യുള്ളൂ. അത് യൂഷ്വലി ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടുമ്പോൾ ബോഡി ടെമ്പറേച്ചർ വരുന്ന വ്യത്യാസം കാരണം കുട്ടികൾക്ക് അത് ഫാമിലി ഹിസ്റ്ററിയും കൂടെ കാണാം. അച്ഛൻ്റെ സൈഡിലോ അമ്മയുടെ സൈഡിലോ ആർക്കെങ്കിലും ഒരു ഫെബ്രൈൽ സീഷർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതല്ല, പനിയോട് കൂടി വരുന്ന ആദ്യത്തെ ഫിറ്റ്സിൻ്റെ ഇത് എപ്പോഴും നമ്മൾ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം റൂൾ ഔട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ടെസ്റ്റുകളൊക്കെ അനിവാര്യമാണ്. നട്ടിൽ നിന്നും ഫ്ലൂയിഡ് എടുത്ത് പരിശോധിച്ച് അണുബാധയില്ലാന്ന് ഉറപ്പ് വരുത്തണം ഫസ്റ്റ് എപ്പിസോഡാണെങ്കിൽ. പക്ഷെ അല്ലാതെ ഒരു 1, 2, 3 പ്രാവശ്യമൊക്കെ വരുന്നത് ഫെബ്രൈൽ സീഷർ സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. അത് പനി മാറുന്നതോടുകൂടി കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരികയും വളരെ ഫെബ്രൈൽ സീഷർ പ്രൊഫൈലാക്സിസ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലായതിനാൽ ആദ്യത്തെ ഒരു 3 ദിവസം പനി തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ചെറിയ ഡോസ് മെഡിസിൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അവർക്ക് ഡെയിലി എല്ലാ ദിവസവും മെഡിസിൻ കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് 6 വയസ്സാകുമ്പോൾ തനിയെ അത് ശമിക്കുന്ന ഒരു അസുഖമാണ് ഫെബ്രൈൽ സീഷർ എന്നുള്ളത്. ഇപ്പോൾ പ്രായമായ ആളുകൾക്ക്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും ഇത് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രായമായുള്ള ഒരാൾക്ക് ഇതുപോലെ തലകറങ്ങി വീഴുന്നു, ഷിവറിങ് വരുന്നു, അങ്ങനെ നൊരയും പതയും വരുന്നു, അങ്ങനെ എത്ര സമയം വരെ അതുണ്ടായിരിക്കും? അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ആയിരിക്കുമോ, കുറച്ച് സമയം എന്നുള്ളൊരു കണക്കാണോ? അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാഠിന്യം അനുസരിച്ച് അല്ലെങ്കിൽ അപസ്മാരത്തിൻ്റെ പല സ്റ്റേജസ് അനുസരിച്ച് ഇത് കുറച്ച് ഏറെ സമയം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? സാധാരണഗതിയിൽ ഒരു ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ രോഗിക്ക് അത് 1, 2, 3 മിനിറ്റിനുള്ളിൽ തന്നെ അത് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സും ജർക്കി മൂവ്മെൻറ്റ്സും കൈകളിലെ വെട്ടുകൾ അതെല്ലാം തനിയെ ശമിക്കും. അതിന് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളതിനെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മൾ പോകുന്നതായിട്ട് സംശയിക്കണം. സാധാരണ ഒരു ഫിറ്റ്സ് രോഗം നമ്മൾ പഴയ ആൾക്കാർ കണ്ട് പറയും, ഒരു താക്കോലെടുത്ത് കയ്യെ കൊടുത്തു അപ്പോഴത്തേക്ക് അത് നിന്നു. അത് ചെയ്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് തനിയെ സാധാരണ രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. അതിനൊരു ശാസ്ത്രീയമായ അടിസ്ഥാനം ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. അപ്പം അതിനുപരി വീണ്ടും വീണ്ടും ഫിറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒരു സ്റ്റാറ്റസ് 5 മിനിറ്റിൽ കൂടുതൽ ഇങ്ങനെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസിലേക്ക് പോകുന്ന ഒരു ഗുരുതരമായ പ്രശ്നമായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിറ്റ്സ് ആയിട്ട് ഒരു രോഗി ഡോക്ടറിൻ്റെ മുമ്പിൽ വരികയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ചികിത്സ, അല്ലെങ്കിൽ ഇത് ഫിറ്റ്സ് തന്നെയാണോ എന്നുള്ളത് ഏതൊക്കെ ടെസ്റ്റിലൂടെയാണ്, എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? അതിന് പ്രധാനമായിട്ടും രോഗിയുടെ ഹിസ്റ്ററിയാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇത് കണ്ടു നിന്ന ഒരാളുടെ ഡിസ്ക്രിപ്ഷൻ, അതെന്താണ് സംഭവിച്ചത്, ശരിക്കും രോഗി എന്ത് ചെയ്യുകയായിരുന്നു. അപ്പം ദീർഘനേരം, ഞാൻ നേരത്തെ പറഞ്ഞ ദീർഘനേരം വെയിലത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ ദീർഘനേരം ഒരു ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന സമയത്ത് ഒരു പെട്ടെന്നൊരു ബോധം കെട്ട് വീഴുകയാണെങ്കിൽ അത് തിരക്കിനിടയിൽ നിൽക്കുമ്പോഴൊക്കെ അങ്ങനെ വരാം. അല്ലെങ്കിൽ പെട്ടെന്നൊരു ചില പ്രായമായവർക്ക് എസ്പെഷ്യലി ആണുങ്ങളിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് ചിലർ പെട്ടെന്ന് ബാക്കിലേക്ക് ബോധം കെട്ട് വീഴാറുണ്ട്. അതെല്ലാം സിൻകോപ്പ് ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിലുപരി ഇപ്പോൾ രോഗി ഇരിക്കുകയാണ്, കസേരയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പെട്ടെന്ന്
ഒരു കൈകാൽ വെട്ടൽ വന്ന് വായന്ന് ചൊരയും പതയും വന്ന് തറ വീഴുന്നു. അല്ലെങ്കിൽ ചില കുട്ടികൾ രാവിലെ ഉറക്കം എണീറ്റ് രാവിലെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് അച്ഛനും അമ്മയും ദേഷ്യപ്പെട്ടിട്ട് വിളിച്ചുണർത്തുകയും പരീക്ഷയാണ് പെട്ടെന്ന് എണീറ്റ് പഠിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുകയും തീരെ ഉറക്കക്കുറവുള്ള സമയത്ത് എക്സാം ടൈമിൽ 3-4 മണിക്കൂർ ഉറങ്ങുന്നു, 2 മണി ഇരുന്ന് പഠിക്കുന്നു, 6 മണിക്ക് ഉറക്കം എണീക്കുന്നു, രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ പോകുന്ന സമയത്ത് ചിലർ വീഴും. അത് രണ്ടും ആവാം. പക്ഷേ നാക്ക് കടിച്ചു മുറിക്കുകയും ഒക്കെ ആണെങ്കിൽ അത് അപസ്മാര ഫിറ്റ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഹിസ്റ്ററിയാണ് ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കണക്കാക്കുന്നത്. രണ്ടാമത് രോഗിക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ വന്നിട്ടുണ്ടോ, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, പിന്നെ ബാക്കിയുള്ള അനുബന്ധമായിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് EEG എന്ന് പറയും, ഇലക്ട്രോ എൻസെഫലോഗ്രാം. അത് തന്നെ നമുക്ക് പല രീതിയിൽ പല ദൈർഘ്യത്തിൽ ചെയ്യാൻ പറ്റും. റുട്ടീനായിട്ട് യൂഷ്വലി നമ്മൾ 30 മിനിറ്റ്സ് ഒക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ നീണ്ട വീഡിയോ EEG മോണിറ്ററിങ് തന്നെ ചില കേസുകൾ വേണ്ടി വരും. ചിലപ്പോൾ ആദ്യത്തെ EEG നോർമൽ ആയിരിക്കാം. അപ്പോൾ ഒരു EEG നോർമലാണെന്ന് വെച്ചിട്ട് രോഗിക്ക് അപസ്മാരമില്ല അല്ലെങ്കിൽ ഫിറ്റ്സിൻ്റെ രോഗമില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. വീണ്ടും എപ്പിസോഡ് വരികയാണെങ്കിൽ കുറച്ചുകൂടി ദൈർഘ്യമേറിയ EEG ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ മാത്രമേ വളരെ അപൂർവമായിട്ട് വരുന്ന ഈ വൈദ്യുതി പ്രവാഹത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അതുകൂടാതെ നമുക്ക് ഈ വീണ്ടും ഫിറ്റ്സ് പോലെ വരുന്ന രോഗികൾക്ക് തലച്ചോറിലെ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഒരു പക്ഷേ കുട്ടി ജനിക്കുന്ന സമയത്ത് ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവാം, അതുമൂലം കുട്ടി കരയാൻ താമസിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ബ്രെയിനിൽ ചില ഓക്സിജൻ ഡാമേജ് കിട്ടാത്ത ചെറിയ ഡാമേജ് വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില ദശ കുറച്ച് കൂടുതൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കുറച്ച് വളരുന്നുണ്ടാവും. ഫോക്കൽ കോർട്ടിക്കൽ ഡിസ്പ്ലേഷ്യ എന്നൊക്കെ നാമകരണമുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ MRI ബ്രെയിൻ എപ്പിലെപ്സി പ്രോട്ടോക്കോളായിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ ചില മൈനർ വേരിയേഷനൊക്കെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ അതുകൂടാതെ ബാക്കിയുള്ള ലവണങ്ങളിൽ ഇലക്ട്രോലൈറ്റ് പ്രായമായവരിലാണെങ്കിലും ബാക്കിയുള്ള ഷുഗറിൻ്റെ അളവ്, സോഡിയത്തിൻ്റെ അളവ്, കാൽഷ്യത്തിൻ്റെ വ്യത്യാസം, അതെല്ലാം ഫിറ്റ്സിന് കാരണമാകാം. അപ്പം ഏത് കാരണങ്ങളും ആവാമെന്ന് എനിക്ക് അങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറേ നേരം നിൽക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള സമയം, അത് നമ്മൾ അപസ്മാരം എന്നല്ല പറയുന്നത്, അത് നമ്മൾ സിൻകോപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഏത് സിറ്റുവേഷൻ വേണമെങ്കിലും എടുക്കാം അല്ലേ? അല്ല, അത് വേറൊരു എൻറ്റൈറ്റിയാണ്. അത് നമ്മൾ അപസ്മാരത്തിന് ചികിത്സ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫിറ്റ്സ് എന്നുള്ള ഒരു ഗ്രൂപ്പിനാണ് നമ്മൾ ഫിറ്റ്സിന് വേണ്ടിയുള്ള കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരിക. മറ്റേതും ജസ്റ്റ് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്താൽ മാത്രം മതിയാവും. അത് സിൻകോപ്പാണ്, അത് അപസ്മാരമല്ല. അത് പിന്നീട് വരികയാണ്. അപ്പോൾ എത്ര തവണ വരുമ്പോഴാണ് ഇതൊരു ഫിക്സിലേക്കാണ് മാറുന്നത്, അങ്ങനെ പറയാൻ കഴിയുന്നത്? അല്ലേ, എപ്പിലെപ്സി എന്നുള്ളത് പറയുന്നത് പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ വീണ്ടും 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ അൺപ്രൊവോക്ഡ് ആയിട്ട് വരുന്ന ഒരു ഫിറ്റ്സ് വരുന്ന ഒരു രോഗിയാണ് നമ്മൾ എപ്പിലെപ്സി എന്നുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നാമകരണം ചെയ്യുന്നത്. സിൻകോപ്പ് വേറെ കണ്ടീഷനാണ്, അപസ്മാരം ഫിറ്റ്സ് എന്നുള്ള വേറെ കണ്ടീഷനാണ്. അത് രണ്ടും തമ്മിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് ആ ചികിത്സയിലുള്ള വ്യത്യാസം അതനുസരിച്ച് പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫാമിലി ഹിസ്റ്ററി നോക്കുന്നു ഡോക്ടർ പറഞ്ഞില്ല. അപ്പോൾ ഇതൊരു ഹെറിഡിറ്ററി ആയിട്ട് ഇത് വരാൻ സാഹചര്യമുള്ള ഒരെണ്ണമാണോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫെബ്രൈൽ സീഷർ എന്നുള്ളത് കുട്ടികളിൽ വരുന്ന പനിയോടുകൂടി വരുന്ന ഫിറ്റ്സിനെ അതിന് ചെറിയൊരു ഫാമിലി ഹിസ്റ്ററി ഇമ്പോർട്ടൻസ് ഉണ്ട്, അതൊരു ഇതാണ്. പിന്നെ അല്ലാതെ പ്രൈമറി ജനറലൈസ്ഡ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അതും ചില ഫാമിലീസിൽ ജനിതകമായിട്ടുള്ള വ്യത്യാസം വരുമ്പോൾ അതും കണ്ടുവരാറുണ്ട്. ഫാമിലി ഹിസ്റ്ററിയും അങ്ങനെയുള്ള കേസുകളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ എത്ര പ്രായത്തിൽ ഇത് വരും അങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പോലും ചെറുതിലേ തന്നെ ഇത് വരണമെന്നില്ല. ഏത് ഏജിൽ വേണമെങ്കിലും വരാൻ പറ്റുന്നൊരു രോഗമല്ലേ? ഫെബ്രൈൽ സീഷർ എന്നുള്ളത് 6 മാസം മുതൽ 6 വയസ്സ് വരെയാണ്. അത് ചില അച്ഛൻ്റെയോ അമ്മയുടെ സൈഡിൽ അവർക്കോ അവരുടെ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ജീൻ മ്യൂട്ടേഷൻസ് കാരണം വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് കൂടാതെ അടുത്തൊരു ഫാമിലി ഹിസ്റ്ററി കോമൺ ആയിട്ടുള്ളത് ജുവനൈൽ മയോക്ലോണിക് എപ്പിലെപ്സി എന്നുള്ളൊരു ഗ്രൂപ്പ് വരുന്ന അസുഖങ്ങളുണ്ട്. അതൊരു 12 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ് അത് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ചില ഫാമിലീസിൽ കുറച്ച് കോമൺ ആയിട്ട് കണ്ടുവരാറുണ്ട്. അതിന്റെ റീസൺസ് എന്താണ്? അപ്പോൾ ജനിതകമായിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ് അതിന് കാരണമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ പ്രായമായവർക്ക് വരുമ്പോൾ അത് എത്രത്തോളം വലിയൊരു സങ്കീർണമായിട്ട് മാറും അത്? കാരണം മറ്റ് അസുഖമുള്ളവർ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഈ അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഷുഗർ, പ്രഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും കൂടി ഈ ഒരു അസുഖം വരുമ്പോൾ അത് എത്രത്തോളം വലിയ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആയിരിക്കും? അപ്പോൾ
അത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പുതിയതായിട്ടൊരു 40 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ഫിറ്റ്സ് വരുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ വേണം, എന്തെങ്കിലും ലവണങ്ങളിൽ ഇലക്ട്രോലൈറ്റ്സ് വരുന്ന ഇംബാലൻസ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അത് കൂടാതെ ഫീവർ അല്ലെങ്കിൽ പനിയുടെ കൂടെയാണ് ഈ അപസ്മാരം വന്നത്, അതിനുശേഷം ഫിറ്റ്സ് വന്ന ശേഷം രോഗിക്ക് പൂർണ്ണമായിട്ടും ഓർമ്മ തിരിച്ച് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ബ്രെയിനിനെ ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം, മെനിഞ്ചോഎൻസെഫലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഡയബറ്റീസ് ഉള്ള രോഗികൾക്ക് പെട്ടെന്ന് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി കുറവായത് കാരണം അങ്ങനെയുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ ചിലപ്പോൾ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ ബ്രെയിനിലുണ്ടാകുന്ന ദശ വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ട്യൂമർ വരുന്നതിൻ്റെ ഭാഗമായിട്ടും അതിൻ്റെ ഫസ്റ്റ് ലക്ഷണം തന്നെ ഒരു പക്ഷേ ഫിറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അത് നോക്കേണ്ടി വരും. അങ്ങനെയുള്ള പിന്നെ ചിലവർക്ക് സ്ട്രോക്ക് വന്ന ശേഷം ബ്രെയിനിലേക്കൂടെ രക്തോട്ടം നിലച്ച ശേഷം ആയിട്ട് ഡാമേജ് ആകുമ്പോൾ അവിടുന്ന് വീണ്ടും സീഷേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ബ്ലീഡിങ് വന്ന ശേഷം രക്തക്കൊഴൽ ബ്ലോക്ക് ആവുന്നതും രക്തക്കൊഴൽ പൊട്ടി ബ്ലഡ് പുറത്ത് വരുന്ന കണ്ടീഷൻസ് രണ്ടിലും ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് നിർവചിക്കേണ്ടി വരും. ഇതൊക്കെ ഇപ്പോൾ ഈ ബ്രെയിൻ ട്യൂമറിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞല്ലോ, അതിൻ്റെ വേണമെങ്കിൽ ഒരു ലക്ഷണം പോലെ ഇത് വരാനും സാധ്യത ഉണ്ടെന്നുള്ളത്. അത് ഒരു തവണ വരുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അതില്ലല്ലോ. എത്ര തവണ ഇതുപോലെ വരുമ്പോഴാണ് ഇതൊരു ബ്രെയിൻ ട്യൂമറിൻ്റെ ഒരു സിഗ്നൽ ആണോ അങ്ങനെ നമുക്ക് പറയാൻ? അല്ല, പ്രായമായവരിൽ ഫസ്റ്റ് എപ്പിസോഡ് വരുമ്പോൾ തന്നെ നമ്മൾ അതിനുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ സ്ത്രീകളുടെ കാര്യം ചോദിക്കുകയാണ്. ഞാൻ കേട്ടിട്ടുള്ളത് ഈ പ്രഗ്നൻസി സമയം അല്ലെങ്കിൽ ഡെലിവറി സമയത്തൊക്കെ ഇവർക്ക് ഇത് വരും, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. സ്ത്രീകൾക്ക് വരുമ്പോൾ അത് ഇതുപോലെ പുരുഷന്മാർക്ക് വരുന്ന അതേ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ തന്നെയാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ മെൻസസ് ആവുന്ന സമയത്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്, അങ്ങനെ ഓവർ വേദന വരുന്നൊരു സമയത്താണോ ഇത് കൂടുതലായിട്ടും സ്ത്രീകളിൽ കാണപ്പെടുന്നത്? അങ്ങനെയല്ല. സ്ത്രീകളിൽ പൊതുവെ വരുന്നത് ഹോർമോണൽ ചേഞ്ചസ് ഉള്ള സമയത്ത്, നമുക്ക് ഓവുലേഷൻ സമയത്ത് ഈസ്ട്രജൻ്റെ അളവ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പീരിയഡ്സ് വന്ന ശേഷം ഉള്ള സമയത്ത് ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ ഓൾറെഡി ഒരു അപസ്മാരത്തിൻ്റെ രോഗം ഉള്ളവർക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ പ്രഗ്നൻസി സമയത്ത് നോക്കുമ്പോൾ യൂഷ്വലി വെയിറ്റ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് ഓൾറെഡി അപസ്മാരം ഉണ്ട്, അതിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉറക്കക്കുറവ് വരുമ്പോൾ പ്രശ്നങ്ങൾ വരാം. അതല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൂടുന്നതനുസരിച്ച് സാധാരണ രീതിയിൽ ഒരു നോർമൽ പ്രഗ്നൻസി തന്നെ ഒരു 6 മുതൽ 8 കിലോ 10 കിലോ വരെ വെയിറ്റ് കൂടാം. അപ്പം ഡോക്ടറെ കണ്ട് ഇതിനുള്ള മെഡിസിൻസിൻ്റെ ഡോസ് ഒരു പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഈ മരുന്നുകളുടെ ഫലം നല്ല രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അത് ഫിറ്റ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് പ്രൊജസ്ട്രോണിൻ്റെ അളവ് പെട്ടെന്ന് കുറയും. അപ്പോൾ അതും അതിനുശേഷം ഉറക്കക്കുറവ്, കുട്ടിയുടെ കരച്ചിൽ കാരണം അമ്മയ്ക്ക് നേരെ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡ് പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസം, എക്ലാംപ്സിയ മുതലായ കണ്ടീഷൻസ് കാരണം രോഗിക്ക് ഫിറ്റ്സ് വരാം. അതോടൊപ്പം തന്നെ പോസ്റ്റ് ഡെലിവറി ചില ആൾക്കാർക്ക് ബ്രെയിനിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്, സെറിബ്രൽ വീനസ് ത്രോംബോസിസ് എന്ന് പറയും. അപ്പോൾ അത് കാരണം രോഗിക്ക് പുതിയതായിട്ട് നേരത്തെ ഒരിക്കലും ഫിറ്റ്സ് വന്നിട്ടില്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഡെലിവറിക്ക് ശേഷം 1 മുതൽ ഒരാഴ്ചക്കുള്ളിൽ ബ്രെയിനിലെ രക്തം കട്ട പിടിച്ചിട്ട് സ്ട്രോക്ക് പോലെ വന്ന് സെറിബ്രൽ വീനസ് ത്രോംബോസിസ് സ്ട്രോക്ക് വന്നിട്ട് ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. സാധാരണയായിട്ട് കണ്ടുവരുന്നത് പെട്ടെന്ന് BP വരുന്ന വ്യത്യാസം, പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഡെലിവറിയോട് അനുബന്ധിച്ച് ബ്ലഡ് പ്രഷർ വളരെ അമിതമായിട്ട് കൂടുകയും എക്ലാംപ്സിയ എന്നുള്ള കണ്ടീഷൻ വന്നിട്ടും രോഗിക്ക് ഇതിന് മുമ്പ് ഒരിക്കലും ഫിറ്റ്സ് വന്നിട്ടില്ലെങ്കിൽ ആ സമയത്ത് പ്രഗ്നൻസി സമയത്ത് ഫിറ്റ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? പ്രധാനമായിട്ടും നല്ല വെയിറ്റ് കൂടും എന്നുള്ള ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഇപ്പോൾ പറഞ്ഞ ആ മരുന്ന് നമുക്ക് ഈ പ്രഗ്നൻസി സമയത്ത് കഴിക്കാൻ പറ്റുന്ന മരുന്ന് തന്നെയാണോ? അങ്ങനെ അതെ. അപ്പം ഒരു സാധാരണ രീതിയിൽ പെൺകുട്ടികൾക്ക് നമ്മൾ അപസ്മാര രോഗം കണ്ടുപിടിച്ചാൽ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് വളരെ സെലക്ട് ചെയ്താണ് മരുന്ന് കൊടുക്കുന്നത്. ചില മരുന്നുകൾ ചില കുട്ടികൾക്ക് പെട്ടെന്ന് അമിതമായ വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം. പിന്നെ അവരുടെ പീരിയഡ്സിൽ PCOD പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരു പെൺകുട്ടി
പ്രായമായി അവർക്ക് കല്യാണം ആലോചിക്കുന്ന സമയം തന്നെ പേരൻസിനെ നമ്മൾ കൗൺസിൽ ചെയ്യും. അവർക്ക് ചില മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ കല്യാണ സമയത്ത് അവർ കൗൺസിൽ ചെയ്ത് ഒരു 3 മാസം മുമ്പ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് 3 മാസം മുമ്പെങ്കിലും നമ്മൾ മരുന്നുകൾ കുറച്ചൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് കുട്ടിക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള മരുന്നിലേക്ക് മാറ്റാൻ ഒരു ശ്രമം നടത്താറുണ്ട്. അതിനുള്ള കൗൺസിലിംഗ് നമ്മൾ പൊതുവെ പേരൻസിന് രോഗിക്കും കൊടുക്കാറുണ്ട്. ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്നു, നിങ്ങളിപ്പോൾ കഴിക്കുന്ന ഈ മരുന്നാണ്, അത് ഇപ്പം കഴിഞ്ഞ 3-4 വർഷമായിട്ട് നിങ്ങൾക്ക് ഫിറ്റ്സ് ഇല്ല, അപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന് പ്രോബ്ലം ഇല്ല, പക്ഷേ നമുക്ക് ഈ മരുന്ന് മാറ്റി കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള മെഡിസിനിലേക്ക് മാറുന്നത് നന്നായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പിന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് 3 മാസം മുമ്പ് തന്നെ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റേഷൻ, വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഫസ്റ്റ് 6 months ഒക്കെ കഴിയുമ്പോൾ തന്നെ പേഷ്യൻസിന് ചില രോഗികൾക്ക് ചില മെഡിസിൻസ് എടുക്കുമ്പോൾ കുറച്ച് വൈറ്റമിൻ കെയുടെ ഇഞ്ചക്ഷനൊക്കെ ഡെലിവറി സമയത്ത് മുമ്പായിട്ട് കൊടുക്കേണ്ടി വരും ചില ഫിറ്റ്സിൻ്റെ മെഡിസിൻ എടുക്കുമ്പോൾ. അതുപോലുള്ള പ്രിക്കോഷൻസ് ഒക്കെ നമ്മൾ പ്രഗ്നൻസി സമയത്ത് ഗൈനക്കോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും ഫീറ്റൽ മെഡിസിൻ ആൾക്കാർ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. എന്തെങ്കിലും ജനിതകമായ വൈകല്യങ്ങൾ വല്ലതും കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എത്ര സേഫ് ആയിട്ടുള്ള മെഡിസിൻ പറഞ്ഞാലും വളരെ അപൂർവമായിട്ട് ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ ഫിക്സിൻ്റെ ഈ ഗുളിക കഴിക്കുന്ന ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അത് കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാനുള്ളൊരു ചാൻസും ആണോ അവിടെ പറയുന്നത്? പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ കുട്ടിക്ക് ജനിതകമായ വൈകല്യം ഉണ്ടാവാൻ സാധ്യത കുറവുള്ള കുറേ പുതിയ മെഡിസിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ യൂഷ്വലി പഴയ മെഡിസിൻസിലേക്ക് നിന്നും പുതിയ മെഡിസിൻസിലേക്ക് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് മാറ്റാനൊരു ശ്രമം നടത്തും. അതോടൊപ്പം തന്നെ സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നു. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള കുട്ടിക്ക് വൈകല്യങ്ങളുണ്ടോ എന്നുള്ള സ്കാൻ ചെയ്ത് നോക്കുക. പിന്നെ മരുന്ന് മുടങ്ങിയാൽ ഈ 4 മാസം മുതൽ 8 മാസം വരെയുള്ള സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അമ്മയ്ക്ക് ഫിറ്റ്സ് വന്നാൽ ആ സമയത്ത് യൂട്രസിലേക്കും ഉള്ള ഓക്സിജൻ ബ്ലഡ് സപ്ലൈ കുറഞ്ഞാൽ കുട്ടിക്ക് പ്രശ്നങ്ങൾ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ മെഡിസിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നല്ല രീതിയിലുള്ള ഉറക്കം ആവശ്യമാണ്. അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം എല്ലാം ഒഴിവാക്കണം. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ പൊതുവേ നമ്മൾ മദറിന് കൊടുക്കാറുണ്ട്. ഇപ്പോൾ വേറൊരു കാര്യം, അതായത് ഈ ഫിക്സിനൊക്കെ മരുന്ന് കഴിച്ചു തുടങ്ങുമ്പോൾ അത് ഈ ലൈഫ് ലോങ് മരുന്നാണോ? പിന്നീട് നമുക്കത് ഒരു കാലത്തും നിർത്താൻ കഴിയില്ല, അങ്ങനെയാണോ അതിൻ്റെ രീതി? അതോ ഓരോരുത്തരുടെ വരുന്ന അല്ലെങ്കിൽ ആ ഫിക്സ് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും ഈ ഗുളികയുടെ ഈ മെഡിസിൻ കൊടുക്കുന്നത് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം? ശരിയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ ഡ്യൂറേഷൻ. നമുക്ക് ഇതൊരു മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒരു പ്രത്യേക ഒരു നിയമം എന്നുള്ള രീതി പറയാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളിൽ കാണുന്ന ചില ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആബ്സെൻസ് എപ്പിലെപ്സി, അതൊരു ഏജ് ലിമിറ്റഡ് കണ്ടീഷനാണ്. അത് പൊതുവേ ഒരു 6-8 വയസ്സൊക്കെ ആകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 16 വയസ്സൊക്കെ ആകുമ്പോൾ സാധാരണ രീതിയിൽ അത് തനിയെ ഒരു ശമിക്കുന്നൊരു പ്രോബ്ലമാണ് മിക്കവാറും പേരും. ചില ആൾക്കാർക്ക് മാത്രമേ അത് വീണ്ടും വലുതാകുമ്പോൾ വീണ്ടും ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുള്ളൂ. പൊതുവേ നമ്മളെല്ലാവരും രോഗിക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഇത് മരുന്ന് ഉടനെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചാൾ കഴിക്കേണ്ടതാണ്, മിനിമം ഒരു 3 വർഷമൊക്കെ കഴിക്കേണ്ടി വരും എന്ന് നമ്മൾ പൊതുവെ രോഗിയുടെ പറയാറുണ്ടെങ്കിലും ചില ആൾക്കാർക്ക് അതിൽ കൂടുതലും നീണ്ട നാൾ വേണ്ടി വരുന്ന കണ്ടീഷൻസ് ഉണ്ടാവും. അത് നമുക്ക് അവരുടെ ബാക്കിയുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളും ഒക്കെ അനുബന്ധിച്ച് വളരെ സ്ലോ ആയിട്ട് മാത്രം നോക്കിയും കണ്ട് ഓരോ രോഗിക്കും ഇൻഡിവിജ്വലൈസ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടി വരിക. ഇപ്പം അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്ന് എപ്പോഴെങ്കിലും ഒന്ന് സ്കിപ്പ് ആവുകയാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത മാത്രമാണോ അതോ കൂടുതൽ അപകടത്തിലേക്ക് പോകും, അങ്ങനെയാണോ പറയേണ്ടത്? മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിത രീതിയും കൂടെ ശ്രദ്ധിക്കണം. ഉറക്കം അത് ഏറ്റവും പ്രധാനമാണ്. മിനിമം 6.5 മുതൽ 7 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. പിന്നെ ഈ പുതിയ തലമുറ ഇപ്പോൾ DJ പാർട്ടീസിനൊക്കെ പോകുന്ന തലമുറയൊക്കെയാണ്. അപ്പോൾ അവിടെ അവർ ഉറക്കവും കുറവായിരിക്കും. അതുകൂടാതെ ഈ പ്രകാശങ്ങൾ വളരെ വരുമ്പോൾ ചില ഫോട്ടോ സെൻസിറ്റീവ് എപ്പിലെപ്സി ഇപ്പോൾ ന്യൂ ഇയർ പാർട്ടിക്ക് പോകുന്നു അല്ലെങ്കിൽ അതേപോലുള്ള പാർട്ടികൾക്ക് പോകുമ്പോൾ ഈ പാട്ടിൻ്റെ മ്യൂസിക്കിൻ്റെയൊക്കെ ഇടയ്ക്ക് ആ ഫോട്ടോ സെൻസിറ്റീവ് എപ്പിലെപ്സി ലൈറ്റുകൾ കണ്ണിലേക്ക് അടിക്കുമ്പോൾ അതൊരു ഫോട്ടോ സെൻസിറ്റീവ് എപ്പിലെപ്സിയൊക്കെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മരുന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അതിൻ്റെ കൂടെ ചിലപ്പം കുറച്ച് മദ്യം കഴിച്ചിട്ടുണ്ടാവും, ഇപ്പം അല്ലെങ്കിൽ ചില ലഹരി പദാർത്ഥങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് 1-2 ഡോസ് മരുന്ന് സ്കിപ്പായാൽ തന്നെ വീണ്ടും ഫിറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഉറക്കം അത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണ രീതികൾ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ട്? ജീവിതശൈലി മാറുന്നതിനോട് കൂടെ തന്നെ ഈ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുണ്ടോ അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? എപ്പിലെപ്സിക്ക് പെർസെ നമ്മൾ പ്രത്യേകിച്ച് ഭക്ഷണ രീതി ആയിട്ട് പറയുന്നില്ല. ചില കുട്ടികളിൽ വീണ്ടും മരുന്ന് കഴിച്ച ശേഷവും വീണ്ടും ഫിറ്റ്സ് വരുന്ന ഒരു കണ്ടീഷനിൽ നമുക്കൊരു അവരുടെ ഡയറ്റിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് മാറ്റിയിട്ട് ഒരു കീറ്റോജനിക് ഡയറ്റ് എന്നുള്ളൊരു ചികിത്സാ രീതി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അത് പ്രധാനമായിട്ടും കൊച്ചുകുട്ടികളിലാണ് പ്രധാനമായും ട്രൈ ചെയ്യുന്നത്. പിന്നെ മിക്കവാറും എപ്പിലെപ്സി ഉള്ള പേഷ്യൻസിന് എല്ലാവർക്കും കുറച്ച് പേർക്കെങ്കിലും അതിൻ്റെ കൂടെ അനുബന്ധമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൈഗ്രെയിൻ തലവേദന ഉള്ള കുട്ടികളിൽ അല്ലെങ്കിൽ മുതിർന്നവരായാലും എപ്പിലെപ്സിക്ക് പ്രത്യേകിച്ചൊരു ചികിത്സ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല. അമിതമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൂടാതെ ചില മൈഗ്രെയിൻ ഉള്ളവർക്ക് അതിനോടൊപ്പം ചില അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ട്രിഗറിങ് ഫുഡ്സ് കാണും. ഉദാഹരണത്തിന് ചോക്ലേറ്റ്സ്, ചിലർക്ക് നട്ട്സ്, ചിലർക്ക് അജിനോമോട്ടോ ചേരുന്ന ചൈനീസ് ഭക്ഷണങ്ങൾ. അത് എപ്പിലെപ്സിക്ക് വേണ്ടിയല്ല നമ്മൾ നിയന്ത്രിക്കാൻ പറയുന്നത്, അതിന് അനുബന്ധമായിട്ട് വരുന്ന മൈഗ്രെയിൻ പോലത്തെ തലവേദന നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പൊതുവെ നമ്മൾ അത് നിയന്ത്രിക്കാൻ പറയുന്നത്. ഭക്ഷണരീതി പൊതുവെ പറയുന്നത് ഡയറ്റ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് അമിതമായിട്ട് കൂടാൻ പാടില്ല. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ മരുന്നിൻ്റെ ബ്രെയിനിലേക്കുള്ള അളവിൻ്റെ ലഭ്യത കുറയും. അതോടൊപ്പം തന്നെ നമുക്ക് ഡോസ് കൂട്ടേണ്ടിയും വരും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, അതായത് ഈ ഇപ്പോഴത്തെ ഒരു സമയത്തല്ല, ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഡോക്ടറിനകത്ത് ഈ ജീവിത ശൈലിയും കൂടെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഈ എപ്പിലെപ്സി കൂടുതൽ കണ്ടുവരുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റുമോ ഇപ്പോഴത്തെ ഒരു സമയത്ത്? അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. എൻ്റെ അവബോധം ജനങ്ങളിൽ അതിൻ്റെ അവബോധം കൂടുന്നത് കൊണ്ട് കൂടുതൽ ആൾക്കാർ അതിനുവേണ്ടിയുള്ള ചികിത്സയ്ക്ക് മുന്നോട്ട് വരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഇത് പലപ്പോഴും പ്രേതബാധയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ ഇത്, അല്ലെങ്കിൽ മാനസിക പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെ ചില രോഗി ചികിത്സയ്ക്ക് മുന്നോട്ട് വരുന്നത് ഇപ്പോഴത്തെ ജനങ്ങളിൽ എൻ്റെ അവബോധം കൂടുന്നതനുസരിച്ച് കൂടുതൽ രോഗികൾ മുന്നോട്ട് ചികിത്സയ്ക്കായി വരുന്നുണ്ട്. എന്നിരുന്നാലും ആൾക്കാരുടെ മനസ്സിൽ പല സംശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു സംശയം കൊണ്ട്, അതായത് ഈ അസുഖം വരുന്ന ഒരാൾക്ക് ഇപ്പം പെട്ടെന്നൊരു ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രൈമറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? ആ രോഗിയെ ഇപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞാൽ താക്കോൽ കൊടുക്കുക എന്നൊക്കെ ഉള്ള പഴയൊരു രീതിയൊക്കെ ഉണ്ട്. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഈ കണ്ടു നിൽക്കുന്ന ആളുകൾ എന്തെങ്കിലും ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു അസുഖത്തിൽ? പ്രധാനമായിട്ടും രോഗിക്ക് ഫിറ്റ്സ് വരുന്ന സമയത്ത് അവർ അമിതമായിട്ടുള്ള ബലപ്രയോഗം കാരണം കൈകാൽ അടിക്കുകയും തലയിൽ അടിക്കുകയൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. പിന്നെ കഴുത്തിന് ചുറ്റുമുള്ള ടൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ, ടൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൂസൻ ചെയ്ത് വിടാനായിട്ട് ഇത് ചെയ്യാം. രോഗിയെ ഒരു സൈഡിലേക്ക്, എസ്പെഷ്യലി ഇടതുവശത്തേക്ക് പോലും ചരിച്ച് കിടത്തി കഴിഞ്ഞാൽ അവരുടെ വായിലുണ്ടാകുന്ന അമിതമായ സലൈവ പ്രൊഡക്ഷൻ അത് പുറത്തേക്ക് പോയി അത് ഫ്രോത്തിങ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നേരെ കിടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ശ്വാസകോശത്തിലേക്ക് പോയി ആസ്പിറേഷൻ, ന്യൂമോണിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തിയാൽ ആ സലൈവയൊക്കെ ഒരു വെളിയിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ അവർക്ക് തലയൊക്കെ ഇഞ്ചുറി വരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലും നമ്മൾ എടുക്കണം. തലയിടിച്ച് അതിന് ശേഷം ഉണ്ടാകുന്നൊരു ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനുള്ളത് മുൻകരുതലെടുക്കണം. പിന്നെ അവർ ഫിറ്റ്സ് വന്ന രോഗിയെ ആശുപത്രിയിൽ എത്തിച്ച് അതിന് വേണ്ടിയുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഫിറ്റ്സ് വരികയാണെങ്കിൽ അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റാറ്റസിലേക്കൊന്നും പോവുകയാണ്, അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. വളരെ നന്ദി ഡോക്ടർ. എപ്പിലെപ്സി എന്നുള്ള ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയതിന് വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഹിയർ പരിപാടി അവസാനിക്കുന്നു. നമസ്കാരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.